നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന അസൂസിന്റെ ഒരു പുതിയ നോട്ട്ബുക്കാണ്. അതായത് നോട്ട്ബുക്ക് അല്ല, ആക്ച്വലി ലാപ്ടോപ്പാണ്. 15 ഇഞ്ചിന്റെ ലാപ്ടോപ്പാണ്. പക്ഷേ ബോക്സ് തന്നെ ചെറുതാന്ന് തോന്നുന്നു. അസൂസിന്റെ വിവോബുക്ക് എന്ന് പറഞ്ഞ മോഡലാണ് 15 എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് Ryzen 3 വരുന്നതാണ്. അതായത് 3200 8GB റാം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബോക്സ് നമ്മളിപ്പോൾ കാണട്ടെ. നമ്മൾ ആമസോണിൽ നിന്ന് ഓഫർ പീരീഡ് ടൈമിൽ വാങ്ങിച്ചാണ്. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണണ്ടായിരിക്കും. റീറ്റെയിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 50K ആണ്. പക്ഷെ അന്ന് ഓഫറിന് ശരിക്കും 25 ആ റേഞ്ചിലൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് 38 33 കിട്ടുന്നുണ്ട്. ഇതൊരു ബ്ലൂ കളറാണ്. ബ്ലൂ കളറിന് 38 ഇപ്പോൾ റീസെന്റ് കാണിക്കുന്നത്. നമുക്ക് വോൾട്ടേജ് ഇവിടെ 45 വാട്ടിന്റെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ ബാക്കി കണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മന്ത് ആൻഡ് ഇയർ ഇമ്പോർട്ട് മെയ് 2022 ആണ്. അപ്പോൾ സാധനം പുതിയതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഡീലാണ് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മോഡൽ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 𝑋5112DA. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പീകോക്ക് ബ്ലൂ ആണ് അതിന്റെ കളർ. 15.6 ഇഞ്ചിന്റെ ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. VRAM വരുന്നുണ്ട്. അതുപോലെ CPU വരുന്നുണ്ട്. AMD Ryzen 3 ആണ്. പിന്നെ ഹാർഡ് ഡിസ്ക് 256GB വരുന്നുണ്ട്. പിന്നെ റാം നമുക്ക് 8GB വരുന്നുണ്ട്. 4GB വരുന്നുണ്ട്. LAN Wi-Fi 5 ആണ് വരുന്നത് കേട്ടോ. പിന്നെ USB 2.2 രണ്ടെണ്ണം വരുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ എന്താ Windows 11 വരുന്നുണ്ട് 64-ബിറ്റിന്റെ. പിന്നെ പവർ കോഡ് കാര്യങ്ങളൊക്കെ അക്സസറീസ് 2 സെൽ 37WH പവറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ബാറ്ററി. അപ്പോൾ അതിൽ ഇൻബിൽഡ് നമുക്ക് MS ഓഫീസും വരുന്നുണ്ട്. അവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സീല് പൊട്ടിക്കാം അസൂസിന്റെ. പക്ഷെ പാക്കേജ് ഭയങ്കര സ്ലിം ആണ്. എനിക്ക് തോന്നുന്നു അതിന്റെ പ്രൊഡക്റ്റ് ഭയങ്കര സ്ലിം ആവും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഒരു സീൽ തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. നല്ല ടൈറ്റ് പാക്കേജിങ് കേട്ടോ. വേറെ നല്ല സീലുണ്ടോ നോക്കാം. വേറെ സീലൊന്നുമില്ല. പക്ഷെ നമുക്ക് വലിച്ചിട്ട് കിട്ടുന്നില്ല. തൽക്കാലം തുറക്കാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ പാക്കേജിങ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ തുറന്നു വരണൊക്കെ ഉണ്ട്. ആസൂസിന്റെ ലോഗോ ആയിട്ടുള്ള ഇൻസെർച്ചൊക്കെ ഗഡികളും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാക്കേജിങ് കൊള്ളാട്ടാ. കാർഡ്ബോർഡ് ബോക്സ് ആണെന്നുള്ള കുഴപ്പം മാത്രമല്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രീമിയം ഫീൽ വന്നേനെ. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ലാപ്പ് നോക്കി നോക്കാം. ബ്ലൂ ഒരു ഇഷ്ടമില്ലാത്ത ലുക്കാട്ടാ. ബ്ലൂ നല്ല ലുക്കുണ്ട്. ബ്ലൂ അസൂസിന്റെ ലോഗോ പണ്ടത്തെ അതേ ലോഗോ തന്നെയാണ് അസൂസിന്റെ. നമുക്ക് മാറ്റി വയ്ക്കിയത്. പിന്നെ ഇവിടെ നമുക്കൊരു ഇതെന്തോ കേബിൾ ഒന്നുണ്ട്. ഇത് കേബിളല്ല, വേറൊന്നും ആണ്. HD കിറ്റാണ്. ഹാർഡ് ഡിസ്കിന്റെ കിറ്റാണ് നമുക്ക് ഇതിനാവശ്യമില്ല. ഇത് അതിന്റെ ബുക്ക് മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അസൂസിന്റെ ഒരു പ്രീമിയം കെയർ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ പവർ കോഡ് കാര്യങ്ങളുണ്ടായിരിക്കും. കോഡ് കൊള്ളാട്ടോ. നല്ല കുട്ടി പവർ അഡാപ്റ്ററാണ്. 45 വാട്ട് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. 45 തന്നെയാണ്. ഇത് പവർ കോഡ് എക്സ്ട്രാ നമുക്ക് കണക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു എന്തായാലും 2 മിനിറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതല്ലേ കഴിഞ്ഞിട്ട് എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് വരാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലാപ്പ് നമ്മുടെ മേശയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ് കേട്ടോ. കണ്ട ഒരു പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട്. ഫ്രണ്ട് എസ്പെഷ്യലി ബാക്ക് തനി പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടായിരിക്കും. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെന്റ് കൊടുത്തിട്ടുണ്ട്, എയർ വെന്റ്. പിന്നെ ഇവിടെ നമുക്ക് നോർമൽ എയർ വെന്റിനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ 2 USB വരുന്നുണ്ട്. പിന്നെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്ററിന്റെ LED ലൈറ്റ് വരുന്നുണ്ട്. രണ്ട് LED ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ പൊന്തിക്കാനുള്ളൊരു ഹുഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നമുക്ക് മൈക്രോ USB SD കാർഡ് സ്ലോട്ട് വന്നിട്ടുണ്ട്. ഒരു 3.5mm ജാക്ക് വന്നിട്ടുണ്ട്. ഒരു Type-C പോർട്ട് വന്നിട്ടുണ്ട്. ഒരു HDMI, പിന്നെ ഒരു നോർമൽ നമ്മുടെ USB, പിന്നെ പവറിന്റെ കണക്ടർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ പോർട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഒരു ബ്ലൂ കളർ രക്ഷയില്ലാത്ത ബ്ലൂ കളറാണ് ഉണ്ടാവും. 1.5 വെറുതെ അതിന് പ്രൈസ് കൂടുതൽ. ഇതിൽ നമുക്ക് ഇവിടെ Ryzen അതിൽ നമുക്ക് AMDയുടെ Radeon ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 4GB ആയിരിക്കും. 4 അല്ലെങ്കിൽ 2 ആയിരിക്കും. അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കി നോക്കാം. അതിൽ ഫിംഗർ പ്രിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എവിടെ ഫിംഗർ പ്രിന്റ് കാണാനില്ല. അവിടെ ഉണ്ട്. നമുക്ക് ഫിംഗർ പ്രിന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് MS ഓഫീസിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോണി മാസ്റ്റർ അവരുടെ പവർ നമ്മുടെ സൗണ്ടിന്റെ ഇതാണ് ഡ്രൈവർ വരുന്നതാണ്. പിന്നെ ഇവിടെ Type-Cയുടെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. നാനോ എഡ്ജ് ടൈപ്പ് ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാം ഡിസ്പ്ലേ നമ്മുടെ എന്താ പറയുക നമ്മുടെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഡിസ്പ്ലേ കാണാനായിരിക്കും. എഡ്ജ് കുറവാണ്, അതാണ് നാനോ എഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഹിഞ്ച് വരുന്നുണ്ട്. നമുക്ക് തുറക്കുമ്പോൾ പൊന്തണ ടൈപ്പ് പൊന്തുണ്ട് കണ്ടു. ചെറുതായിട്ട് പൊന്തുണ്ട്. അപ്പോൾ എയർ വെന്റ് കൂടാൻ വേണ്ടിയിട്ട് എയർ പാസേജ് കൂടാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ നോക്കാം. പവർ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ
പവർ ബട്ടൺ അമർത്തിയിട്ടുണ്ട്. ഇതിൽ ലൈറ്റ് ഒരു ചെറിയ സൗണ്ട് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഓണായി തോന്നുന്നുണ്ട്. സൈഡിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ ഒന്നും കാണാമല്ലോ ഇവിടെ. ഇല്ല, പവർ ഇല്ല എന്നുണ്ട് കേട്ടോ. പവർ ഇല്ല, നമുക്ക് എന്തായാലും അഡാപ്റ്റർ കുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതാണ് അഡാപ്റ്റർ കേട്ടോ. നമുക്ക് അഡാപ്റ്റർ ഒന്ന് കുത്തി നോക്കിയേക്കാം. ഇത് നമ്മളിപ്പോൾ ചാർജിന് കുത്തിയിട്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഓൺ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നോർമലി ഇപ്പോഴത്തെ ലാപ്ടോപ്പൊക്കെ നമ്മുടെ എന്താ പറയുക ഡിസ്പ്ലേ തുറക്കുമ്പോൾ ഓൺ ആവും, അതേ ടൈപ്പ് ഒന്നുകൊണ്ട് ഇതും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ എയർബുക്ക് മാക്ബുക്കൊക്കെ പോലെ. അപ്പോൾ ഇത് നമ്മുടെ വിൻഡോസ് ഓൾറെഡി ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പോൾ ജസ്റ്റ് എംഎംഐ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ തീരെ ചാർജ് ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിതാണ് കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. കളർ രക്ഷയില്ല. നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിൻഡോസിൻ്റെ ലോഗോ വന്നു. ഡിസ്പ്ലേ സൂപ്പർ ഡിസ്പ്ലേ ആട്ടോ. അത് ശരിക്കും വൻ ലാഭമാണ്. 25,000 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ പ്രൈസ് കൂടിയുണ്ട്, അപ്പോൾ ഇനി കിട്ടില്ല. എന്നാലും 33 ഇത് ഗ്രേ കളർ കാണിക്കുന്നത്. ഈ കളറിന് ഇപ്പോൾ കാണിക്കുന്നത് 38 രൂപ. പക്ഷെ അത് 38 രൂപയാലും സംഭവം കൊള്ളാട്ടോ. ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലുവൻസി കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് പ്രൈസ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴത്തെ പ്രൈസാണ് പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ലിങ്ക് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രൈസ് അറിയാം. അപ്പോൾ ഞാൻ കൺട്രി ഇന്ത്യ കൊടുക്കട്ടെ. ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മുടെ ഹോം പേജിലേക്ക് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് മൊമെന്റ് കാണിക്കുന്നുണ്ട്. അത് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വിൻഡോസ് 11 ഒറിജിനൽ വരുന്നതാണ്. അപ്പോൾ അത് ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ നമ്മുടെ വൈഫൈ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ബൂട്ടാണ് ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഇനീഷ്യൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമുക്ക് Ryzen 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും i3 റേഞ്ചൊക്കെയാണ് എന്താ പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുക. പിന്നെ റേഡിയോൻ്റെ ഗ്രാഫിക്സാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു മിനിമം 4GB അല്ലെങ്കിൽ 2GB ആയിരിക്കും ഷെയർഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ അറിയുന്നതായിരിക്കും. എല്ലാം ഷെയർഡ് മെമ്മറിയാണ് വരിക, ഗ്രാഫിക്സ് മെമ്മറി. ഇതിപ്പോൾ ഒറിജിനലായതുകൊണ്ടുള്ള ഇനീഷ്യൽ കുറേ സെറ്റപ്പിൻ്റെ കാരണം ഉണ്ട് ഈ ലാഗ് വരുന്നത്. പക്ഷെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആട്ടോ. എനിക്ക് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഭയങ്കര തിൻ ബെസൽസ് ആണുള്ളത്. അത് നമ്മുടെ പുതിയ സ്റ്റൈൽ പോലെ. അത് നമുക്ക് മൈക്രോസോഫ്റ്റ് ലോഗിൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ MS ഓഫീസിൻ്റെ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ലുക്കിലൊക്കെ കയറി സൈൻ ഇൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കയറാണ്ട് സമ്മതിക്കാൻ പറ്റില്ല കേട്ടോ. അവർ സമ്മതിക്കില്ല ഒറിജിനൽ വിൻഡോസ് 11 ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റാന്ന് തോന്നുന്നു നമ്മുടെ ഈ MS ഓഫീസിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഡിങ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയേണ്ടതാണ്. ഇതിൽ നമുക്ക് വേർഡ് വരുന്നുണ്ട്, പവർ പോയിൻ്റ്, എക്സലും വരുന്നുണ്ട് കേട്ടോ. 3 വരുന്നുണ്ട് ഫ്രീ ആയിട്ട്. കൂടെ കാണാം. അത് ഹോം ആൻഡ് സ്റ്റുഡൻറ്റ് സീരീസ് ആണെങ്കിൽ വരുന്നത് 3. അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ ഫ്രീ ഇടുന്നുണ്ട്. വിൻഡോസ് 11 ഇത് വിൻഡോസ് 11 ഹോം ആയിരിക്കും, പ്രോ ആയിരിക്കും ചാൻസ് ഇല്ല. ഹോം സീരീസ് ആയിരിക്കും. ലോഡാവാൻ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് വിൻഡോസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് വിൻഡോസ് ലോഡിങ് സ്റ്റേജാണ്. ആ ബ്ലൂ കളർ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ അവരുടെ എന്താ പറയുക വാൾപേപ്പറിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വരുന്നത്. വിൻഡോസ് 11 ആയിരിക്കും തോന്നുന്നത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 12ൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 11ൻ്റെ തന്നെ കുറേ അപ്ഡേറ്റ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് വെർഷൻ ഏതായിരുന്നു എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ എല്ലാം കൂടി എനിക്കൊരു 15 മിനിറ്റ്സ് 20 മിനിറ്റ് എടുക്കും തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്കിത് ഒന്ന് സെറ്റായിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലും കൂടെ എനിക്ക് തോന്നുന്നു മാക്കഫേ വന്നിട്ടുണ്ട് പ്രീ ഇൻസ്റ്റാളായിട്ട്. ഇത് അവരുടെ ഫ്രീ ഓഫറാണോ അല്ല കേട്ടോ. ലോഞ്ച് അത് സെറ്റപ്പ് ആവണമല്ലോ. അതവിടെ വെയിറ്റ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ സിസ്റ്റം സെറ്റിങ്സിലേക്ക് പോയി നോക്കി നോക്കാം. ഇത് വിൻഡോസ് 11 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൾഡേഴ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഡെസ്ക്ടോപ്പ്, PC, എത്ര മെമ്മറി നമുക്കുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 237 GB നമുക്ക് 200 GB ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് 37 GB
ഓക്യുപ്പൈഡ് ആണ്. നമുക്ക് സിസ്റ്റം ഇൻഫർമേഷൻ നോക്കി നോക്കാം. സിസ്റ്റം ഇൻഫർമേഷനിൽ നമുക്ക് വിൻഡോസ് 11 ഹോം തന്നെയാണ് കിടക്കുന്നത്. അസൂസ് ആണ് കിടത്തിട്ടുണ്ട്. വിവോബുക്ക് പേര് കൊടുത്തിട്ടുണ്ട്. Ryzen 3-3200 U ആണ് കേട്ടോ, G അല്ലത്. പിന്നെ റേഡിയോൻ്റെ വേഗ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. 2 കോർ. നമുക്കിത് ഫുള്ള് കിട്ടുന്നില്ലല്ലോ. 4 ലോജിക്കൽ പ്രൊസസ്സറിലാണ് കേട്ടോ. പിന്നെ ബയോസ് അമേരിക്കൻ മെഗാ ട്രെൻഡ് ആണ്. പിന്നെന്താ ഡീറ്റെയിൽസ്, കമ്പോണൻറ്റ് ഡീറ്റെയിൽസിൽ പോയി നോക്കി നോക്കാം നമുക്ക്. മെമ്മറി 8 തന്നെ ആയിരിക്കും. അത് 8 തന്നെ. കമ്പോണൻറ്റിൽ നമുക്കിവിടെ ഓരോന്നിൻ്റെയും കമ്പോണൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വിൻഡോസിൻ്റെ സീരീസ് ഞാൻ കാണിച്ചു. മെക്കഫെ വന്നിട്ടുണ്ട്. മെക്കഫെ നമുക്കിത് ഫ്രീ വേർഷൻ ആണോ അതോ നോക്കി നോക്കാം. ലൈവ് സേപ്പ് വന്നിട്ടുണ്ട്. മൈ സബ്സ്ക്രിപ്ഷൻ അത് 1 കൊല്ലം ഫ്രീ ഉണ്ട് കേട്ടോ. 1 ഇയർ നമുക്ക് ഇതിനൂടെ കിട്ടുന്നുണ്ട്. രജിസ്റ്റേർഡ് ചെയ്താൽ മതി. അതും നല്ലതാണ്. മെക്കഫെ ലൈവ് സേപ്പ് വന്നിട്ടുണ്ട്. മെക്കഫെ പക്ഷേ കുറച്ച് സ്ലോ ആക്കും, അങ്ങനൊരു കുഴപ്പമുണ്ട്. പിന്നെ നമുക്ക് വിൻഡോസിൻ്റെ നോക്കി നോക്കാം. ഇനി ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസിന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഓഫർ പ്രൈസിന് കിട്ടിയവർക്ക്. ഇതിപ്പോൾ 33 സംതിങ് ആയിട്ടുണ്ട്. വിൻഡോസ് അപ്ഡേറ്റ് നോക്കി നോക്കാം നമുക്ക്. കുറേ അപ്ഡേറ്റ് വന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ ഗ്രാഫിക്സ് നമ്മുടെ ഡ്രൈവേഴ്സും എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ് വന്ന് കൊടുക്കുന്നുണ്ടോ. ഡിഫൻഡർ കൊടുക്കുന്നുണ്ട്. എല്ലാ ഓഡിയോൻ്റെയും കൊടുക്കുന്നുണ്ട്. വീഡിയോൻ്റെയും ഒക്കത്തിൻ്റെയും അപ്ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ഇമ്പ്രൂവ് ആവട്ടെ. നമുക്കിത് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് പ്രോഗ്രാമും കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൽ കയറാം. അപ്പോൾ നമുക്ക് ഈ ബീറ്റ വേർഷനൊക്കെ കിട്ടും. ഇപ്പോൾ കുറേ അപ്ഡേറ്റ് കടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വലിയ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ചാർജിങ് ആണ്, ഇനീഷ്യൽ ചാർജിങ് ആണ്. അപ്പോൾ ചെറിയൊരു വലിയ വരും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവും. അത് കുറച്ചും കൂടി സ്മൂത്ത് ആവും ഇതിനായിട്ടും. പിന്നെ നിങ്ങൾക്ക് വലിയ കാണിക്കാൻ വേറെ സ്പെഷ്യലായിട്ടൊന്നും കാണാനില്ല. ബാക്കി നോർമൽ പോലെ തന്നെ നമ്മുടെ എല്ലാത്തിലും ഇൻബിൽഡ് ബ്ലൂടൂത്ത് ഉണ്ട്. ഇവിടെ കാണുന്നതായിരിക്കും. ക്യാമറ ഉണ്ട്. 720p ക്യാമറ വരുന്നുണ്ട്. ചെറിയൊരു ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ബാക്കിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ഓവറോളായിട്ട് കാണിക്കാം. ഇതിൽ നമുക്ക് ചെറിയ ഗെയിമിംഗ് ഒക്കെ പറ്റൂട്ടോ. എന്ന് വെച്ചാൽ 3200G എന്ന് പറയുമ്പോൾ G അല്ലേ ഒരു U വരുന്നത്. ഒരു ആവറേജ് ഗെയിമിനെ പറ്റും. G ആണെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടിയേനെ. പക്ഷേ ഈ പ്രൈസ് നമുക്കത് കംപ്ലൈൻറ്റ് പറയാനും പറ്റില്ല. പക്ഷേ ഡിസ്പ്ലേ 1.5 ഡിസ്പ്ലേ തന്നെ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഓവറോൾ ഡെയിലി പർപ്പസിനൊക്കെ കണ്ണും പൂട്ടി വാങ്ങിക്കാം. പിന്നെ അസൂസിൻ്റെ നല്ല ലൈഫ് ലോങ് കൊടുക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരു പഴയ നമ്മുടെ ഉണ്ടായിരുന്ന അസൂസിൻ്റെ നോട്ട്ബുക്കാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഒരു 8 കൊല്ലമൊക്കെ ആയി തോന്നുന്നുണ്ട് അല്ലേ. 8 കൊല്ലമായിട്ട് സംഭവത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ. എപ്പോഴും സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ല ബൾക്കിയാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഡിഫറൻസ് കാണുന്നതായിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അസൂസിൻ്റെ ഭയങ്കര ലൈഫ് ലോങ് ഇത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ക്വാളിറ്റി അറിയില്ല. ഇത് വെച്ചാൽ പണ്ടത്തെ ക്വാളിറ്റി ആയിരുന്നു. ഇനിയിപ്പോൾ അറിയില്ല. ഇപ്പോഴത്തെ എല്ലാത്തിനും ലൈഫ് ഭയങ്കര കുറവാണല്ലോ. അവർ എല്ലാം മാർക്കറ്റിംഗ് എന്താ പറയുക, അവരുടെ പ്രൊഡക്ട്സ് ചിലവാകാൻ അവർ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും സാധാരണ ബാക്കിയെല്ലാ HP ആയാലും ലിനോവ ആയാലും അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അസൂസ് തന്നെയാണ് നല്ലത്. കുറച്ചും കൂടി ലാപ്ടോപ്പ് സീരീസിൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാൻ. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. ഇപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 33 38 കാണിക്കുന്നത്. ഈ കളറിന് 38 കാണിക്കുന്നത്. ബാക്കി ഇതിൻ്റെ സെയിം സിൽവറിന് 33 കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അത് ഈ പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൈസ് കുറഞ്ഞ് കിട്ടുമെന്ന് വെച്ചാൽ ഇത് എൻ്റെ കസിൻ വാങ്ങിച്ചാണ് ആക്ച്വലി. ഇപ്പോൾ അവൻ ആക്ച്വലി ഇത് വാങ്ങിക്കുമ്പോൾ രാത്രിയാണ് വാങ്ങിച്ചത്. അപ്പോൾ 25 സംതിങ് റേഞ്ചിന് കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഈ സെയിലിൻ്റെ ടൈമിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസിന് കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.